ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഈ പ്രിയ ഭവനത്തിൽ തന്ന വിലപ്പെട്ട കൂട്ടായ്മ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. കർത്താവിൻ്റെ വിലീനദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യും. നമ്മുടെ കാര്യം എല്ലാം നേരത്തെ എത്തിയ അദ്ദേഹം സ്തോത്രം. ഞാൻ ഈ ഭവനത്ത് പ്രാവശ്യം വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒന്ന് നമ്മൾ കൂട്ടായ്മ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു പ്രത്യേകത, പ്രിയ ജോഷായുടെ ബർത്ത്ഡേ കൂടിയാണല്ലോ. നമുക്ക് ഒന്നിച്ച് അപ്പം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ കുടുംബത്തോടുള്ള ഒരു ബന്ധത്തിൽ എനിക്ക് അനേക കാര്യം പറയാനുണ്ട്. പ്രിയ മോള് ലസ്സിയുടെ പപ്പ, ഞങ്ങൾ ഒരു നാട്ടുകാരും ഒരു കൂട്ടായ്മയിലും ആയിരുന്ന ഒരു കുടുംബമായിട്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ അവരുടെ മാതാവും രണ്ട് മക്കളും, പാസ്റ്റർ സാങ്കുട്ടിയും റെജിയും പ്രിയ മാതാവും, ഞങ്ങളൊരു നാട്ടുകാരും ഒന്നിച്ച് കൂട്ടായ്മയും അനുഭവിച്ചതാണ്. ഞങ്ങളൊരു പള്ളിക്കാരുമായിരുന്നു. ഞാൻ ബോംബെയിലേക്ക് പോയി, അവർ ഡെറാഡൂണിലേക്ക് പോയി. കർത്താവിൻ്റെ വചനം അഭ്യസിക്കാനായിട്ടും അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാനും അനേക കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുവാനും കർത്താവ് കൃപ കൊടുത്തു. പ്രിയമോള് ഇവിടെ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഈ പ്രിയപ്പെട്ട ഇവിടെയുള്ള 3 ഭവനങ്ങളെ ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ കൂട്ടായ്മ അത് ഇവിടെ ഈ ദേശത്തിന് അനുഗ്രഹമായി തീരണം. അതുപോലെ അനേക കർത്താവിനെ കാണുവാനുള്ള ഒരു ഭാഗ്യം, നിങ്ങൾ കൊടുക്കുന്ന ട്രാക്റ്റും നിങ്ങൾ കൊടുക്കുന്ന അതേ മറ്റുള്ളവരോട് പറയുന്നതൊക്കെ അതൊരു ഭാവിയിലൊരു പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് തന്ന ആ വിലപ്പെട്ട കൂട്ടായ്മ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദൈവസഭയിൽ പ്രാർത്ഥിച്ചപ്പോൾ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ തന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളും വായിക്കാം. Matthew chapter 18 verse 19 and 20. ഏത് കാര്യത്തിനും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ സുപരിചിതമായ ഭാഗമാണ്. അപ്പം 2 3 നിങ്ങൾ ഭൂമിയിൽ വെച്ച് 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ, അപ്പം അത് സ്വർഗസ്നായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്നാണ്. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും ധൈര്യവുമാണ്. കാരണം നമ്മൾ 2 പേര് യോജിച്ചുകൊണ്ട് ആത്മാവിലുള്ള ഐക്യതയോടെ ചോദിക്കുകയാണെങ്കിൽ ആ വിഷയം ദൈവം തരും എന്നുള്ളത് സ്വർഗീയ പിതാവ് തരും എന്നുള്ളതാണ്. നമുക്ക് വലിയ ബലമാണ്. ഈ 2 പേരെന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ് കാണിക്കുന്നത്. ഞാൻ കൂട്ടായ്മയെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ പറയാണ്, സ്തോത്രം, ഇവന്
ഞാൻ തക്കതായ ഒരു തുണ ഒരുക്കുന്ന. അവൻ ഏകനായിരിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പം നല്ലതല്ല, അവന് തക്ക തുണി ഒരുക്കണം. അങ്ങനെയാണ് ഹവ്വായ സൃഷ്ടിച്ചത്. അപ്പം ആദാമും ഹവ്വായും ഒരു യൂണിറ്റാ, ഒന്നിച്ചാ, ഒരു ഐക്യത. അവർ തമ്മിൽ വലിയ ഫെലോഷിപ്പാണ്. മാത്രമല്ല, ദൈവം ഇറങ്ങി വരും ഏദൻ തോട്ടത്തിൽ, അവരുമായിട്ടൊരു ഫെലോഷിപ്പ്. മനുഷ്യ സൃഷ്ടിച്ച തന്നെ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം അവൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ദൂതന്മാര്, അതെ, ആ പ്രധാന ദൂതൻ ദൈവത്തെ അനുസരണക്കേട് കാണിച്ചപ്പോൾ അനുസരിക്കുന്ന മൺപാത്രങ്ങളെ എടുത്ത് അവരുമായിട്ട് കൂട്ടായ്മ അനുഭവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ. അത് മുന്നമേ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളൊരു കാര്യം. സ്വന്തം. എന്നാൽ ആ കൂട്ടായ്മ തടസ്സം വന്നത് അനുസരണക്കേടുകൊണ്ടും പാപം കൊണ്ടുമാണ്. ആ കൂട്ടായ്മ നമുക്ക് തരാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. കാരണം കൂട്ടായ്മ എന്നുള്ള പദം പുതിയ നിയമത്തിലേ ഉള്ളൂ. പഴയ നിയമത്തിലൊന്നും കൂട്ടായ്മ പദവില്ല. ശ്രദ്ധിക്കണം. അപ്പൊ പുതിയ നിയമത്തിലെ ഒരു കാര്യമാണ് ഫെലോഷിപ്പ്. അപ്പൊ നമ്മൾ തമ്മിൽ അല്ല ഉള്ള കൂട്ടായ്മ, അതുപോലെ ദൈവവും മനുഷ്യമായിട്ടുള്ള കൂട്ടായ്മ, ഇത് ദൈവം ആഗ്രഹിക്കുന്ന സ്തോത്രം. അതാ സ്തോത്രം, ദൈവത്തിനാമത്തിനകത്ത്. അപ്പൊ കൂട്ടായ്മയ്ക്ക് വലിയ സ്ഥാനം ദൈവിക പദ്ധതിയിലുണ്ട്. പറയാൻ കാര്യം, എൻ്റെ ആദ്യകാലത്ത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ വളരെ ദാഹിച്ചിട്ടുണ്ട്. വളരെ അകലെ പോയൊരു ഭവനമായിട്ട് അവിടെ ഭവനത്തിരുന്ന് പ്രാർത്ഥിക്കാനും കൂട്ടായ്മയിരിക്കാനും എനിക്ക് ആദ്യകാലങ്ങളിലായി. കാരണം വലിയ എതിർപ്പുകളുടെ മധ്യത്തിലാണ്. സ്തോത്രം. ഒരു സഹോദരിയോ കാണാനില്ല. 55 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. സ്തോത്രം. വളരെ അകലെ പോയി ഒരു കൂട്ടായ്മ ഒരു ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം കൂട്ടായ്മ എന്നുള്ളത് നമ്മുടെ അന്തരാത്മാവിലുള്ള ഒരു വലിയ ദാഹമാണ്. സ്വത്വം. നമ്മൾ തനിച്ചിരിക്കുമ്പോൾ അറിയാം അതിൻ്റെ നമ്മുടെ കുടുംബം. അപ്പം നമുക്ക് കുടുംബത്തിനൊരു കൂട്ടായ്മയുണ്ട്, അല്ലേ? സ്വത്വം. അല്ല, മമ്മിയും അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും പിള്ളേരും തമ്മിലുള്ള ഒരു വലിയ കൂട്ടായ്മ. അത് കിട്ടുന്നില്ലേ തന്നെ വലിയ ദുഃഖമുണ്ട്. ചിലർക്ക് അവിടെ കിട്ടുന്നില്ല. എന്നാൽ അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ വലിയ അനുഗ്രഹം. ഞാൻ ഇതിൻ്റെ വില മനസ്സിലാക്കിയത് പല സന്ദർഭം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പർലോങ്ങപ്പുറേ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പയ്യൻ, അവനെന്നോട്, ഞാൻ ഈ വിശ്വാസി പോയെന്നോ എന്തോ പുള്ളി മനസ്സിലാക്കിയിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അച്ചായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ SSC പാസ്സാകുകയില്ല, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് അതിനുള്ള ഓർമ്മ ബുദ്ധിയൊന്നുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഒക്കുകയില്ല, അവൻ്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല, എല്ലാവരും ഓർത്തഡോക്സുകാരാണ്. ഞാൻ പറഞ്ഞു, നീ ഒരു സന്ധ്യ ആകുമ്പോൾ ഇങ്ങോട്ട് വാ, ഒരു മയങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ. അവൻ വന്നു. ഞാൻ അവിടെ വന്ന് മുഴുവൻ ഈ കപ്പക്കാലായ കപ്പയിട്ട് മുകളിലത്തെ ഒരു കപ്പ അതിൽ തൊട്ടിയിലോട്ട് കൊണ്ടുപോയി 4 കപ്പ മൂട്ടിയിരുന്നുകൊണ്ട് ഞാൻ ആ സഹോദരനും ആ പയ്യനും വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്. ആരും കാണണ്ട. പ്രാർത്ഥിച്ചു മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ വചനവും പറഞ്ഞു കൊടുത്തു.
അതൊരു സ്പാർക്ക് പോലെ അവൻ്റെ ഹൃദയത്തിലേക്കാണ്. ആ പ്രാവശ്യം എക്സാമിന് കഴിഞ്ഞു, അവൻ ജയിച്ചു. അവനത് കൂടുതൽ വിശ്വാസമായി. പാവപ്പെട്ട വീടെന്ന് പറഞ്ഞാൽ ഓല വേഞ്ഞ പെരയും അതൊക്കെയാ, അല്ല ഒരു ഫുഡിന് തന്നെ വളരെ ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ പിന്നെ മുമ്പോട്ട് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ അവനെ വിളിച്ചോണ്ട് പോകും, ട്രാക്ട് വിതരണത്തിനൊക്കെ പോകും. അവിടെയല്ല, അകലെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ അവന് പഠിക്കാനുള്ള ഫീസ് കൊടുക്കാം, പൊക്കോളാൻ പറഞ്ഞു. അവന് ധൈര്യമായി. ചുരുക്കം പറഞ്ഞാൽ വചനം അവൻ പറഞ്ഞു കൊടുത്തു. വചനം അവൻ്റെ ഹൃദയത്തിൽ വെക്ക് ചെയ്തു. അവനെ ഞാൻ സ്നാനപ്പെടുത്തി. അവന് സ്തോത്രം അവിടുന്ന് ഒരു വിവാഹം കഴിച്ച് ന്യൂയോർക്കിലെത്തി പുള്ളി ഒരു സഭ ആരംഭിക്കാനിടയായി തീർന്നു. ജോലിയോടനുബന്ധിച്ച് സഭ ആരംഭിച്ചു. ഞാൻ അവിടെ പോയിട്ടുണ്ട് 2 പ്രാവശ്യം. അന്ന് എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്നാൽ പുള്ളി ഒരു 5 വർഷമായിട്ട് പാലസ് കിടപ്പിലാണ്. സ്തോത്രം ദുഃഖകരമായൊരു കാര്യമാണ്. ഒരു മകനും ഒരു മകളും ഉണ്ട്. അവർ വിവാഹിതരായി. എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കിടപ്പ് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു പോന്നു. സ്തോത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു വേറിദാസൻ എന്ന് എനിക്ക് പറയാൻ കഴിയും. അതുപോലെയുള്ള ഒരു സഹോദരനാണ്. താഴ്മയും വിനയമുള്ളത്. ഞാൻ പറഞ്ഞത് ആദ്യകാലത്തെ കൂട്ടായ്മയുടെ ബന്ധമാണ്. അപ്പം നമ്മൾ അനേർക്ക് കൂട്ടായ്മ കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ബലമായിരിക്കും. നന്ദിയോട് സ്തോത്രം. അപ്പം ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടായ്മയാണ്. യേശുക്രിസ്തു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തൻ്റെ പ്രാർത്ഥനയിലും. നമുക്കറിയാം ഏറ്റവും ദീർഘമായ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായമാണ്. അതിൻ്റെ അകത്ത് 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ഈ കൂട്ടായ്മയുടെ ബലം ഭയങ്കരമാണ്. സ്തോത്രം. അപ്പം നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെയാണ്. എന്നാൽ ദൈവം നമ്മുടെ നായകനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പിതാവായിട്ട് ഉള്ള കൂട്ടായ്മയുണ്ട്. എന്നാൽ ലോകമനുഷ്യന് കൂട്ടായ്മയുണ്ട്. അതറിയാമോ? ഉൽപ്പത്തി പുസ്തകം 11 അധ്യായം എടുക്കാം. അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ Genesis chapter 11. ഒന്നാമത്തെ വാക്യം വായിച്ചു. ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. വായിച്ചോ. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അവര് പറയാണ്, വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക. അങ്ങനെ അവർ ഇഷ്ടിക അറുത്ത് പിന്നെ അടുത്ത വാക്യം വായിച്ച്. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക. നമുക്ക് ഒരു പേരുണ്ടാക്കാൻ മതി. നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ അവരുടെ കൂട്ടായ്മയാണ്. എന്ത് ചെയ്യണം? ഒരു പട്ടണവും
ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചിതറിപ്പോകരുത്. നമുക്ക് വലിയ കൂട്ടായ്മ വേണം, ഒരു പട്ടണം പണിയണം, ആകാശത്തോളം ഒരു ഗോപുരം പണിയണം, മാത്രമല്ല നമുക്കൊരു പേരും വേണം. വലിയ പേരാ. ഇതാണ് പിശാചിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, മാനുഷികമായ കൂട്ടായ്മയും ദൈവികമായ കൂട്ടായ്മയും വളരെ ഡിഫറൻ്റാണ്. നമുക്കൊരു പേരുണ്ടാക്കാനൊന്നും നമുക്ക് വചനത്തിലില്ല, നമ്മൾക്ക് ദൈവമക്കളെ സംബന്ധിച്ച്. എന്നാൽ ഇവിടെ അവർ പറയുകയാണ്, മനുഷ്യർ നമുക്കൊരു പേരുണ്ടാക്കണം, ഒരു പട്ടണം പണിയണം, നമുക്കൊരു ഗോപുരം ഉണ്ടാക്കണം, നമ്മൾ ചിതറിപ്പോകാതിരിക്കണം. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം ഇത് കാണാൻ ഇറങ്ങി വന്നതായിരിക്കണം, അല്ലേ? ഇറങ്ങി വന്നു. എന്നിട്ട് അടുത്ത വാക്യം, 6ാമത്തെ വാക്യം. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെയാണ് ഭാഷ കലക്കളഞ്ഞത്. അതുകൊണ്ട് തീരുന്നില്ല. അതിന്റെ 9ാമത്തെ വാക്യോട് വായിക്കാം. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തെങ്ങും കണ്ടോ, അവരുടെ കൂട്ടായ്മ തന്നെ തകർത്തു. കണ്ടോ? കാരണം ഇവര് ദൈവത്തിനെതിരായിട്ടാണ് കൂട്ടായ്മ സ്ഥാപിച്ചത്. ദൈവം അതൊരിക്കലും അംഗീകരിക്കുകയില്ല. ഇപ്പം മാനുഷ്യമായ ചിന്തകളിൽ കൂട്ടായ്മ കൂടി, അല്ലെങ്കിൽ മനുഷ്യമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ മനുഷ്യമായ ചിന്തകൾ കൂടുകയാണെങ്കിൽ പോലും ദൈവത്തിനത് പ്രസാദകരമല്ല, അത് ചിതറിച്ച് കളയും. സ്തോത്രം. ചിലർ കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിച്ച് ആൾക്കാരെ സംഘടിപ്പിക്കുന്നെങ്കിൽ തന്നെയും അത് ദൈവികമല്ല. പലപ്പോഴും അത് പൈശാചികമായിട്ടുള്ള, അത് ദൈവത്തിൻ്റെ അവിടെ ഒരു സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ പേരൊക്കെ പറയുമായിരിക്കും, അല്ലെ വേദോസമൊക്കെ പറയുമായിരിക്കും, പക്ഷേ അത് ദൈവികമല്ല. അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ ബാബേൽ എന്നു പേരായി. ഇതാണ് ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 17ഉം 18ഉം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് 2 ബാബിലോണിനെ കാണാം. 17ഉം 18ഉം. ഒന്ന് റിലീജിയസ് ബാബിലോൺ, 2 ഫിനാൻഷ്യൽ ബാബിലോൺ. 18ാമത്തെ അധ്യായം. 17 റിലീജിയസ് ബാബിലോൺ. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ബാബിലോണിലൊരു പ്രത്യേകത, 17ാം അധ്യായത്തിൽ വെളിപ്പാട് റെവലേഷൻ ചാപ്റ്റർ 17 അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ 5ാമത്തെ വാക്യത്തിൽ മർമ്മം വായിച്ചാണ്. എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ചു സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവളെ കുറിച്ച് പറയുമ്പോൾ അവസാനമായിട്ട് പറയുന്നത് തല്ലിയ ഈ ഒരു നഗരത്തെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞ ശേഷം അവസാനം അതിന്റെ 18ാമത്തെ വാക്യം വായിക്കി. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട്, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം തന്നെ. കേട്ടോ, ഈ മഹാനഗരത്തിലുള്ള മ്ലേച്ഛതയും ഈ മഹാനഗരത്തിലുള്ള കൂട്ടായ്മയും ഈ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത് സ്തോത്രം റിലീജിയസ് വേൾഡായിട്ട് കാണുന്നത്. സ്തോത്രം. ഇന്ന് ഏകലോകം, മതം, ഏക കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുകയും പറയുകയും
അങ്ങനെ കൂട്ടായ്മ കൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളായത്. സ്തോത്രം. അതുകൊണ്ട് നീ കണ്ട സ്ത്രീയോ ഭൂരാജക്കന്മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെയാണ്. രണ്ടാമത്തേത് സ്തോത്രം 18-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് സ്തോത്രം നമുക്കറിയാം. അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ച് 18:3. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ ബിസിനസ് വ്യാപാരികൾ അവിടെ പുളപ്പിന്റെ ആധിക്യത്താല് സമ്പന്നായിത്തു. ഇതാണ് രണ്ടാമത്തെ ബാബിലോൺ. സ്തോത്രം. ഒന്ന് അള്ളിയ റിലീജിയസ്, 2 ഫിനാൻഷ്യൽ. ഈ ബാബിലോൺ ആദ്യം തൊട്ട് തന്നെ ഉള്ളത് തന്നെയാണ്. ഇവരുടെ കൂട്ടായ്മയും ദൈവത്തിനെതിരാണ്. ഇത് അവസാനം നശിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. അപ്പം നമ്മുടെ കൂട്ടായ്മയ്ക്ക് തന്നെ എതിരായിട്ട് പിശാച് വലിയ കൂട്ടായ്മ ഒരുക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ദൈവമക്കളുടെ കൂട്ടായ്മയ്ക്കും മറ്റും തമ്മിൽ വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, കൂടുതൽ കൂട്ടായ്മ അനുഭവിക്കേണ്ടത്. നാൾതോറും നമ്മൾ കൂട്ടായ്മ അനുഭവിക്കണം. നമുക്ക് കുടുംബത്തിൽ കൂട്ടായ്മ വേണം. നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു കൂട്ടായ്മ വേണം, ബന്ധം വേണ്ടത്. സ്തോത്രം. ഇതുകൊണ്ടാണ്. അതാണ് സ്തോത്രം. ഈ കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുമ്പോൾ 1 യോഹന്നാനിലേക്ക് നമുക്ക് വരാം. 1 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം തന്നെ എടുക്കാം. അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കും. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കും. ഇവരെന്താ കണ്ടത്? ഇവർ നേരിട്ട് കണ്ട കർത്താവിനെ. അതാണ് ആദ്യം മുതൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. ഇത് വളരെ അനുഭവിച്ചോഴാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്തോത്രമല്ല, ഞങ്ങൾ കണ്ടും കേട്ടുള്ള നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. അപ്പം ഈ കണ്ടും കേട്ടുമുള്ള കാര്യം കർത്താവിനെ കണ്ടും അത് അനുഭവിച്ച കാര്യമാണ്. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുവാൻ അറിയിക്കുന്നു. എത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ്. അടുത്ത കാര്യം, ഞങ്ങളുടെ കൂട്ടായ്മയോ ഞങ്ങളുടെ കൂട്ടായ്മ സ്തോത്രം പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുകൂടിയാണ്. അപ്പൊ പിതാവിനോടുള്ള കൂട്ടായ്മ, പുത്രനോടുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയുണ്ടോ? നമുക്ക് നോക്കാം. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 13:14 വായിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. അപ്പം പിതാവിനുള്ള കൂട്ടായ്മ, പുത്രനുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മ, ഇത് 3 നമ്മൾ അനുഭവിക്കുന്നു. എത്ര ഭാഗ്യമേറിയ കാര്യമാണ് അല്ലയാ. മാത്രമല്ല നമ്മൾ തമ്മിൽ കൂട്ടായ്മ അനുഭവിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ബന്ധം എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് എല്ലാവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടോ? പറ. എൻ്റെ സഹോദരന്മാരെല്ലാം ഓൺ ബ്രദറും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. എനിക്ക് അവരുമായിട്ട് കൂട്ടായ്മയില്ല. അവരും വളരെ സേവക്കാരെയൊക്കെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളിൽ അവരിൽ യേശു ക്രിസ്തു ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവരുമായിട്ട് കൂട്ടായ്മയില്ല.
എനിക്കിപ്പം പാർശ്വമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്നിലുള്ളത് പോലെ തന്നെ യേശു ക്രിസ്തു സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാർശ്വലും വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അതാ വ്യത്യാസം. അവരോട് സ്നേഹമില്ലെന്നല്ല, അവരോട് കാര്യങ്ങളൊന്നും നമുക്ക് ബന്ധമില്ലെന്നല്ല, അതിനൊക്കെ ഉണ്ട്, പക്ഷേ കൂട്ടായ്മയില്ല. അതാണ് വിലപ്പെട്ടത്. അപ്പോൾ ഒരു ദൈവവൈതലുമായിട്ടുള്ള കൂട്ടായ്മ ഏറ്റവും വിലപ്പെട്ടതാണ്. സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഞാനിത് പറയുന്ന ഒരു അച്ചായൻ എന്നോട് പണ്ടൊരു പറഞ്ഞു ഈ കൂട്ടായ്മയെക്കുറിച്ച്. എന്ന് പറഞ്ഞു, ചോദിച്ചാ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെയുള്ള, എന്നാൽ ഇത് ഫെലോഷിപ്പ് എന്നാണല്ലോ പറയുന്നത് ഇംഗ്ലീഷ്. ഇതൊരു ഷിപ്പാണ്. ഈ ഷിപ്പ് ആടുന്നതനുസരിച്ച് നമ്മളും ആടിയില്ലെങ്കിൽ ഈ ഷിപ്പിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. മനസ്സിലായോ? കൂട്ടായ്മ തന്നെ ഷിപ്പ് ആടുന്ന പോലെ നമ്മൾ ആടിക്കോണം. ഞാൻ വളരെ ചിരിച്ചു. പിന്നീട് ഞാൻ ഓർത്ത് പലപ്പോഴും ശരിയായ കാര്യമാണ് പള്ളി പറഞ്ഞത്. പ്രായമുള്ള വെച്ചാണ് നമ്മളിപ്പോൾ ഷിപ്പ് ആടുന്ന പോലെ ചിലപ്പോൾ ആടേണ്ടി വരും. സ്തോത്രം. നമുക്ക് കൂട്ടായ്മയുടെ ബന്ധത്തിലായതുകൊണ്ട് നമ്മൾ സ്തോത്രം അത് സഹിക്കും. പല കാര്യങ്ങളും നമ്മൾ സഹിക്കുന്നതിൻ്റെ കാര്യം അതാ അല്ലേ? അല്ല, അതാ കർത്താവിൻ്റെ ദാസന്മാർക്ക് അറിയാം. സ്തോത്രം. കാരണം അത് പോട്ടെ, അത് സാരമില്ല എന്നൊക്കെ എണ്ണുന്നത് കൂട്ടായ്മയുടെ ബന്ധം കളയാതിരിക്കുന്നുണ്ടാണ്. ഹല്ലേലൂയ. അപ്പം കൂട്ടായ്മയുടെ ബന്ധം വളരെ ശ്രദ്ധമേറിയതാണ്. എന്നാൽ എല്ലാവരുമായിട്ട് നമുക്ക് കൂട്ടായ്മയില്ല. കാരണം അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം വായിച്ച് 1 യോഹന്നാൻ 1:7 1:5 വായിച്ചു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്നത് അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു. കണ്ടോ? അത് വെറും കള്ളമാ. പിന്നെ അടുത്ത വാക്യം, സത്യം പ്രവർത്തിക്കുന്നില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. വെളിച്ചമാ. ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടായ്മയുണ്ട്. എല്ലാവരുമായിട്ട് കൂട്ടായ്മ കിട്ടാത്ത കാര്യമുണ്ടാകും. ഒരു സഭയിൽ തന്നെയാണെങ്കിലും എല്ലാവരുമായിട്ട് വേണ്ട കൂട്ടായ്മ ലഭിക്കാത്തത് വെളിച്ചത്തിൽ നടക്കാത്തതുകൊണ്ട്. അത് വ്യക്തമാവും. വെളിച്ചത്തിൽ നടക്കുന്നോ ഇല്ലയോ എന്ന് വ്യക്തമാവും. ദേവദാസന്മാർക്കറിയാം, ഒരു ഇടയനറിയാം ആടുകൾ എങ്ങനെയാണ്, അവരോടുള്ള സംസർഗത്തിൽ ഇടപാടിലറിയാം ഇന്നയാള്. വെറുതെ അല്ല, ചിരിച്ച് കാണിക്കുന്ന മാത്രമല്ല, അറിയാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വെളിച്ചത്തിരിക്കുന്ന പോലെ. 7-ാമത്തെ വാക്യം, നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അടുത്ത വാക്യം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കാരണം നമ്മളെ ശുദ്ധീകരിക്കുന്ന അവിടുത്തെ രക്തം കൊണ്ടാണ്. ആ രക്തം കൊണ്ട് ശുദ്ധീകരിച്ച് നമുക്ക് വെളിച്ചത്തിലേക്ക് വന്നിട്ട് നമുക്കൊരു കൂട്ടായ്മ അനുഭവിക്കാനിടയാകാണ്. എത്ര ശ്രേഷ്ഠം വരിതാണ് അല്ലേ? നമ്മൾ ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു. അവിടുന്ന് നമ്മളെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു നമ്മൾ വന്നു. നമുക്ക് കർത്താവുമായിട്ടും പിതാവുമായിട്ടും പുത്രനായിട്ടും പരിശുദ്ധാത്മാവായിട്ടും കൂട്ടായ്മ തന്നു. ആത്മാവ് നമ്മൾ വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് പരസ്പരം കൂട്ടായ്മ അനുഭവിക്കുന്നു. എത്ര ശ്രേഷ്ഠമേരുതാ. ഹല്ലേലൂയ. ഞാൻ കൂട്ടായ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഒരാൾ സഭായോഗത്തിന് വന്നില്ലെങ്കിൽ വിഷമാ, പുള്ളിയെ കണ്ടില്ലല്ലോ. അവിടെ എത്തും.
കാരണം അന്ന് ഈ ഫോണില്ല, ഒന്നുമില്ല, അറിയത്തില്ല പുള്ളി എങ്ങനെയാ. അവിടെ ചെല്ലുമ്പോൾ പനി പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ വരാതിരിക്കുകയല്ലായിരുന്നു, പനി പിടിച്ച് കിടക്കുക. പിന്നെ എല്ലാം കൂടെ കൂടി പ്രാർത്ഥിച്ചു പോരും. എന്തൊരു ബലമാണ്, നദിയോട് സ്തോത്രം. അതുതന്നെയാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ സ്തോത്രം സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവനവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം സഭയിലെ മൂപ്പനെ വരുത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ കൂട്ടായ്മയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അവരുടെ സത്യേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. അപ്പം നമ്മൾ ഹല്ലേലൂയ ഒരു ദേവദാസൻ വന്ന് നമ്മുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതൊരു കൂട്ടായ്മയുടെ ബന്ധമാണ്. ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഹല്ലേലൂയ വീണ്ടും വായിക്കാം. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. 2 3 പേർ സ്തോത്രം. എൻ്റെ 18ാമത്തെ വാക്യല്ലോ. 2 3 പേർ വായിച്ചാൽ 18 20. മാത്യു 18:20. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന്. ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത് കർത്താവിന്റെ നാമത്തില്ല. നമ്മുടെ മധ്യത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നില്ല. ഉണ്ട്. കാരണം നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു 24 മണിക്കൂറും. എന്നാൽ ആ സമയം തന്നെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്ക് കണ്ണോട്ട് കാണത്തില്ല. ഗോഡ് ഈസ് സ്പിരിറ്റ്. കർത്താവ് ആത്മാവാകുന്നു. അപ്പം ആത്മാവ് നമ്മള് ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ കൂട്ടായ്മ കാണുവാൻ, നമ്മളോട് ഒന്നിച്ച് കൂട്ടായ്മ വെപ്പാൻ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. അതാണ് 20ാമത്തെ വാക്യം നമ്മൾ വായിച്ചേ. സ്തോത്രം. കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അപ്പൊ നമുക്കെന്തൊരു ബലമാണ്. നമ്മളെ കൂട്ടായ്മ കൂടുന്നതിന്റെ മധ്യത്തിൽ നമ്മുടെ നാഥനുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു നാഥനുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നാഥനുണ്ട്. ഞങ്ങളെ കാണുന്ന ഒരു നാഥനുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ഒരു നാഥനുണ്ട്. ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. അതാണ് കൂട്ടായ്മയുടെ ബലം. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഇത്ര മഹത്വമേറിയ പദവിക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:9 വാക്യം വായിച്ചു. 1 Corinthians chapter 1:9. തന്റെ പുത്രനും യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. കണ്ടോ? യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വെറുതെ അല്ല. ഹല്ലേലൂയ. ഈ കൂട്ടായ്മ ഏറ്റവും ശ്രേഷ്ഠം അവരുമായുള്ള ബന്ധത്തിലുള്ള കൂട്ടായ്മ. ഇത്രയും മൈലുകൾ യാത്ര ചെയ്ത് കർത്താവിന്റെ ദാസനിവിടെ വരാൻ കൂട്ടായ്മയുടെ ബന്ധത്തിലുണ്ട്. അല്ലെ? എവിടെയാ പോകാൻ? അത് ഓർക്കണം. അതാ കൂട്ടായ്മ. നന്ദിയോട് സ്തോത്രം. അല്ലയ്യ. വീണ്ടും നമുക്ക് വായിക്കാം. സ്തോത്രം. റോമാലേഖനം അതിന്റെ 12:13 വായിച്ചു. കൂട്ടായ്മയോട് തീർന്നില്ല. അറിയാം. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥിസൽക്കാരം ആചരിക്കുകയും. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. അതൊരു കൂട്ടായ്മയാണ്. അതിനവർക്ക് വേണ്ടി നമ്മള് ആ വിശുദ്ധന്മാർക്ക് വേണ്ടി കൊടുക്കുന്നത് ഒരു വലിയ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ വീട്ടിലെ ദേവദാസന്മാരൊക്കെ വരുമ്പോൾ
അവരുമായിട്ട് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ കൊടുക്കാനായിട്ട് എനിക്കിടയായിത്തീരുന്നത് ഞാൻ പലപ്പോഴും ആരോഗ്യം കർത്താവേ, ഞാൻ ഏകനായിട്ട് അവിടെ ഇരിക്കുക. സ്തോത്രം. അവർ വരുമ്പോൾ അവരെ ഞാൻ സ്വീകരിക്കും, സൽക്കരിക്കും, അവരെ ശുശ്രൂഷിക്കും. സ്തോത്രം. അവരുമായിട്ട് കൂട്ടായ്മ വെപ്പാൻ ഈ വചനം എത്ര ശ്രേഷ്ഠമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ആ വചനം വായിക്കണം, നമുക്കെല്ലാം അത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആക്കി വായിച്ചേ. റോമാലേഖനം 12:13. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുകയും പ്രാർത്ഥനയിൽ ഉച്ചരിക്കുകയും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. അതിഥി സൽക്കാരം ആചരിക്കണം. സ്തോത്രം. എന്നാൽ അടുത്ത കാര്യത്തില് ഫിലിപ്പ് ലേഖനത്തിലേക്ക് വരാം. ഫിലിപ്പ് ലേഖനം, സ്തോത്രം, ഹല്ലേലൂയ, 1 അധ്യായത്തിന് 5-6 വാക്യം വായിച്ച്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് നിങ്ങളുള്ള കൂട്ടായ്മ നിമിത്തം, അപ്പോസ്തലൻ പറയാ, സ്തോത്രം, എനിക്ക് നിങ്ങളുള്ള കൂട്ടായ്മ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ കൂട്ടായ്മയുടെ ബലം പലപ്പോഴും ഹല്ലേലൂയ, അദ്ദേഹം ജയിലിലായിരുന്നപ്പോഴൊക്കെ ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് സ്തോത്രം അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹവും തനിക്കുണ്ടായിരുന്നു. ഞാൻ കൂട്ടായ്മ കൂടുന്നത് എനിക്കറിയാം. നമുക്ക് എഫേസൂസിൽ 3 വർഷക്കാലം ഒന്നിച്ച് ഒരു കൂട്ടായ്മ അനുഭവിച്ചു. കോരിന്തിൽ 1.5 വർഷക്കാലം താമസിച്ച് കൂട്ടായ്മ അനുഭവിച്ചു. ഓരോ ദിവസവും ഒരു രാവും പകലും ബുദ്ധി പറയുകയും ആലോചന പറയുകയും ഓരോരുത്തരോടും ആലോചന പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോസ്തലൻ ഓരോരുത്തരുമായിട്ട് ഭയങ്കര ബന്ധമാണ്. റോമാലേഖനം 16 അധ്യായം എഴുതുമ്പോൾ ഓരോ വിശുദ്ധന്മാരെ കുറിച്ച് എഴുതുന്നുണ്ട്. അവരെല്ലാം പേരായിട്ട്. സ്തോത്രം. ആ കൂട്ടായ്മയുടെ ബന്ധമാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പലരെയും മറക്കും. അപ്പോസ്തലൻ ഓർക്കാണ്, അങ്ങ് ഇത്രയും പേരെ കണ്ടതല്ലേ, മറക്കുന്നില്ല. ഓരോ ലേഖനം എഴുതുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ കാര്യം പറയുകയും ചെയ്യും. ഇത് കൂട്ടായ്മയുടെ ബന്ധമാണ്. അതെന്തൊരു ഹൃദയമാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ. സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം തന്നെ 2:1-2 വാക്യം വായിച്ചേ. 2 അധ്യായം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ഏക സ്വഭാവമുള്ളവരായി യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മൾ പ്രാപിപ്പാൻ നമ്മുടെ കൂട്ടായ്മ ഏറ്റവും ആവശ്യമാണ്. അതാ, എനിക്ക് ഒരു വിശുദ്ധനും തന്നെ നിൽക്കാൻ നോക്കുകയില്ല. നിങ്ങളുമായിട്ട് കൂട്ടായ്മ എനിക്ക് വേണം. അതാ സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂണ്ടോ. നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ആത്മാവിലുള്ള ഐക്യതയുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നമ്മുടെ കൂട്ടായ്മയ്ക്ക് ബലമുണ്ട്. ഹല്ലേലൂയ. വെറുതെ അല്ല, മുളച്ച ചൂടുവെള്ളം തരണം. ഹല്ലേലൂയ. നമുക്ക് അപ്പോ നമ്മുടെ കൂട്ടായ്മ ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത് നമുക്ക് യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മൾ പ്രാപിക്കും തോറും നമുക്ക് കൂട്ടായ്മ വർദ്ധിച്ചു വരുന്നത്. കാരണം യേശുക്രിസ്തു ഹല്ലേലൂയ നമ്മളിൽ വസിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ സ്തോത്രം അവന്റെ സ്വഭാവമായിട്ട് തീരണം. നന്ദിയോട് സ്തോത്രം.
ഹല്ലേലൂയ. പിതാവിന് സ്തോത്രം തക്കളായ മക്കളെ കുറിച്ച് നമ്മൾ കാണുന്നത് അല്ലേ? നമ്മൾ പിതൃപുത്ര ബന്ധമാണ്. അപ്പൊ നമ്മൾ നാട്ടിൽ പറയാറില്ലേ, അപ്പനെ ഈ മോനെ കണ്ട അപ്പനെ പറിച്ചു വെച്ച പോലെയാണെന്നൊക്കെ പറയണം അല്ലേ? അല്ലേ? ഈ മോളെ കണ്ടാൽ അമ്മയെ പറിച്ചു വെച്ച പോലെയാണ്. പറിച്ചു വെച്ചൊന്നുമല്ല, ഇത് പറഞ്ഞ അർത്ഥം നമ്മളെ കാണുമ്പോഴാ കർത്താവിനെ പറിച്ചു വെച്ചവരായിരിക്കണം നമ്മൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. നന്ദിയോട് സ്തോത്രം. അപ്പൻ്റെ മക്കളായിട്ട് അതെന്താണ്? അത് ദിവ്യ സ്വഭാവം, അല്ലാതെ മറ്റൊന്നുമല്ല. യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ അപ്പൻ്റെ മക്കളാ. അവർ തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് വലിയ വിലയുണ്ട്. സ്തോത്രം. ഞാൻ അനുഭവിക്കുന്ന ഒരു സത്യമായോണ്ടാ പറയുന്നത്. ഹല്ലേലൂയ. അത് വലിയ ആഴത്തിലുള്ള സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കർത്താവേ നമ്മളിൽ ആ ദിവ്യ സ്വഭാവം പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ റോമാലേഖനം 8:29 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്തോത്രം, അവനോട് നമ്മൾ അനുരൂപരായിത്തീരണം. സ്തോത്രം. വായിച്ചേ 8:29. അവൻ മുന്നറിഞ്ഞവരെ ആ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടത് അവന്റെ സ്വരൂപത്തോട് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. കണ്ടോ? എത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ്. ഹല്ലേലൂയ. മാത്രമല്ല 1 യോഹന്നാൻ 3 ഹല്ലേലൂയ 3-ാമത്തെ വാക്യം വായിച്ചേ. സ്തോത്രം. 1 ജോൺ 3:3 ഒക്കെ വായിച്ചേ. അവനിൽ പ്രത്യാശയുള്ളവനല്ല. അടുത്തത് അധർമ്മം തന്നെ. അപ്പം ഹല്ലേലൂയ പാപമാണ് അധർമ്മമായിട്ടുള്ളത്. നമ്മളുടെ പാപത്തിന്റെ സ്വഭാവങ്ങളെല്ലാം മാറുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ കർത്താവ്, അവന്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല. ആത്മാവിനാൽ നമ്മളെ ശുദ്ധീകരിച്ചിരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും, നമ്മുടെ കൂട്ടായ്മ ശക്തമായി തീരും. ഇവിടുന്ന് കൂട്ടായ്മയ്ക്ക് വേണ്ടിയല്ല ഇത്രയും ഇവരെല്ലാം കൂടെ സിറ്റി വരെ വരുന്നത് അല്ലേ? കൂട്ടായ്മ എനിക്ക് അല്ല, വേറെ തന്നെ കൂട്ടായ്മ അനുഭവിക്കണം. എല്ലാവരുമായിട്ട് സ്തോത്രം ഒന്നിച്ച് പ്രാർത്ഥിക്കണം, ഒന്നിച്ച് കൂട്ടായ്മ അനുഭവിക്കണം. അങ്ങനെയാണ് അവിടുന്ന് പോരുന്നത് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. ആദ്യം നമുക്ക് തന്നെ കൂട്ടായ്മ കാണാം. ഹല്ലേലൂയ. അവര് അപ്പോസ്തലന്മാര് അവരുടെ ഉപദേശം പറയുമായിരുന്നു, അവർ കൂട്ടായ്മ അനുഭവിക്കുമായിരുന്നു, അവരപ്പം നുറുക്കായിരുന്നു, പ്രാർത്ഥന കഴിച്ച് പോകുന്നെന്നാണ് പതിനറിയിക്കുന്നത്. അപ്പൊ കൂട്ടായ്മ എന്നുള്ളത് ഭയങ്കര ബന്ധം ആദ്യം തൊട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ പുതിയ നിയമത്തിലെ ഇത് കാണുന്നുള്ളതെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈ കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയുന്നിടത്തോളം കൂട്ടായ്മ അനുഭവിക്കണം. എനിക്ക് വെയിലും മഞ്ഞോ മഴയോ ഒന്നുമില്ല, തടസ്സമല്ല. ഇവിടെ മഞ്ഞിട്ടും അതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് കൂട്ടായ്മയ്ക്ക് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമക്കളുമായിട്ട്. ഹല്ലേലൂയ. കാണുന്ന തന്നെ എത്ര സന്തോഷമാണ്. നിങ്ങളൊക്കെ വന്ന് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. അത് കൂട്ടായ്മയുടെ ബലമാണ്. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമുക്ക് വീണ്ടും വായിക്കാം. എബ്രായ ലേഖനം അതിൻ്റെ 13-16 വാക്യം വായിച്ചു. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും അത് കൊടുക്കുന്ന കാര്യമാണ്. സ്തോത്രം. അപ്പൊ നമ്മള് നന്മ ചെയ്യണം, കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. നന്ദിയോട് സ്തോത്രം. 1 കൊരിന്ത്യർ 10:20 നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വായിക്കുന്ന അവിടെ കൂട്ടായ്മ എന്നാണ്, എന്നാല് കമ്മ്യൂണിയൻ എന്നാണ് ഇംഗ്ലീഷിൽ. സ്തോത്രം. 1 കൊരിന്ത്യർ 10:20. എല്ലാ ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല മൃഗങ്ങൾക്ക് കഴിക്കുന്നു എന്നത്ര. 1 കൊരിന്ത്യർ 10:16 വായിച്ചേ.
നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ. രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ദ കമ്മ്യൂണിയൻ ഓഫ് ദ ബ്ലഡ് ആൻഡ് കമ്മ്യൂണിയൻ ഓഫ് ദ ബോഡി. അപ്പോ നമുക്കിവിടെ കൂട്ടായ്മ മലയാളത്തിൽ അല്ലേ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിയനാണ്. അപ്പം കർത്താവിന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മ, കർത്താവിന്റെ രക്തത്തോടുള്ള കൂട്ടായ്മ, കമ്മ്യൂണിയൻ. സ്തോത്രം. ഇത് ഏറ്റവും ശ്രേഷ്ഠമയാണ്. കർത്താവിന്റെ മരണപുനരുത്ഥാനങ്ങളെ ഓർക്കുകയും അവനുമായുള്ള കൂട്ടായ്മ നമുക്ക് സ്തോത്രം ഓർക്കുവാനായിട്ട് വീണ്ടും തരുന്നതാണ് കർത്താവിന്റെ മേശ. നന്ദിയോട് സ്തോത്രം. അപ്പോൾ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്, കർത്താവിനോടുള്ള കൂട്ടായ്മയുണ്ട്, പിതാവിനോട് കൂട്ടായ്മയുണ്ട്, പരിശുദ്ധാത്മാവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്. എത്ര ശ്രേഷ്ഠമേറിയോ ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കൂട്ടായ്മ ഒരു സന്തോഷമുണ്ടല്ലേ, ഹല്ലേലൂയ. അതാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നന്ദിയോട് സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം സ്തോത്രമല്ല, പിന്നെ അതേസമയം ഫിലിപ്പി ലേഖനം, പിന്നെ 1 കൊരിന്ത്യർ 10:20 വായിച്ച്. അല്ല, ജാതികൾ ബലി കഴിക്കുന്നു ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. I do not want you to have fellowship with the demons. എനിക്ക് നിങ്ങൾക്ക് ഭൂതങ്ങളെ കൂട്ടാളികളാകുവാനായിട്ട് അവരുമായിട്ട് കൂട്ടായ്മ നിങ്ങൾ അനുഭവം എനിക്ക് മനസ്സില്ല. കണ്ടോ, പിശാചുമായുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലന് ഇത് വളരെ ആഴമായിട്ട് അറിയാം. പിശാചുമായിട്ടുള്ള കൂട്ടായ്മ യഥാർത്ഥമായ യേശുക്രിസ്തുമായിട്ടുള്ള കൂട്ടായ്മ. അപ്പോൾ മറ്റൊരിടത്ത് വന്ന് പോയാൽ ഞാൻ പറയട്ടെ, ഞാൻ വേർപെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പള്ളിയിൽ പോയി ഒരു കൂട്ടായ്മ അനുഭവിച്ചിട്ടില്ല, പിന്നെ കയറിയിട്ടില്ല. കാരണം ഈ വചനം എന്നെ അന്ന് തൊട്ടേ രണ്ടും കൂടെ പറ്റിയല്ല. 2 ജോലിയും കൂടെ പള്ളിയിൽ പോയി അവിടുത്തെയും ഇവിടുത്തെയും 2 പിന്നെ പിന്നെ തോണിയിലും കാല് വെക്കാൻ ഒക്കത്തില്ല. ഒന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മളതിന് പങ്കുകാരായിത്തീരും. ഇതന്നെ പലപ്പോഴും അന്ന് തന്നെ ഹല്ലേലൂയ ഈ വചനം വായിച്ചപ്പോൾ സ്തോത്രം എന്നോട് വളരെ നിർബന്ധിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവ് എന്നെ വളരെ നിർബന്ധിച്ചു, നീ 1 മണിക്കൂറേലും അവിടെ വന്ന് നിന്ന് എൻ്റെ ഒരു കല്യാണം അവിടെ നടത്തി എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വരികയാണ്, ഒരിക്കലും. സ്വന്തം പിന്നെ ഞാൻ പോയിട്ടില്ല. കാരണം പിന്നെ ഇവരുമായിട്ടുള്ള ഫെലോഷിപ്പ്, ഡെമോണുമായിട്ടുള്ള ഫെലോഷിപ്പ്, പിശാചുമായിട്ടുള്ള ഫെലോഷിപ്പ് നമുക്ക് പറ്റി. അവരുമായിട്ടല്ല, ആ സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ വ്യക്തിപരമായി നമ്മൾ സ്നേഹമുണ്ടെങ്കിലും ഈ സിസ്റ്റം നമുക്ക് ഒട്ടും പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് വേർപെട്ട കൂട്ടായ്മയും വേർപെട്ട അനുഭവവും വേർപെട്ടതായിട്ടുള്ള സ്തോത്രം അല്ലിയ സ്തോത്രം പാനപാത്രവും പിന്നെ നമ്മുടെ കമ്മ്യൂണിയൻ വേറെയാണ്. നന്ദിയോട് സ്തോത്രം. അപ്പോൾ നമ്മുടെ ശ്രേഷ്ഠമേറിയ കൂട്ടായ്മ ഓർത്ത് നമ്മളെപ്പോഴും സ്തോത്രം ചെയ്യണം. ഓരോരുത്തരെയും ഓർത്ത് സ്തോത്രം ചെയ്യണം. ദൈവമേ, എനിക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി എൻ്റെ സഹോദരനെ തന്നു, സഹോദരിമാരെ തന്നു, ഈ കുഞ്ഞുങ്ങളെ തന്നു. അവരുമായുള്ള കൂട്ടായ്മ എത്രയോ നല്ലതാണ് എന്നോർത്ത് നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. നന്ദിയോട് സ്തോത്രം. അതാണ് നമ്മുടെ പ്രാർത്ഥനാ വലയത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെയാണ്. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും മാത്രമല്ല, നമുക്ക് പരസ്പരം കൂട്ടായ്മ. ഇന്ന് ഈ ഭവനത്തിൽ നമുക്ക് നിൽക്കുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കൂട്ടായ്മ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഏകഹൃദയത്തോടെ അതിനുവേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കള് ഹല്ലേലൂയ ഇവിടുത്തെ 3 മാണ്ടി മാത്രമേ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ അവർ ജീവിക്കണം.